2001, 2002 ഉണ്ടായിരുന്നതിനേക്കാൾ 2011, 2012 4 ഇരട്ടി വർദ്ധിച്ചു പെൻഷൻ ബാധ്യത. 10 കൊല്ലം കൊണ്ട് 4 ഇരട്ടി. അത് 2040 ആകുമ്പോൾ 8 ലക്ഷത്തിലധികം കോടി രൂപയാണ് നമ്മുടെ പെൻഷൻ ബാധ്യത വരാൻ പോകുന്നത്. 8 ലക്ഷത്തിലധികം കോടി രൂപയുടെ പെൻഷൻ ബാധ്യത. ഇതാര് നിറവേറ്റും? ആര് കൊടുക്കും? ഇവിടെ ഒരു ബ്രേക്ക് ഡൌൺ ആയിരിക്കും വരാൻ പോകുന്നത്. വരെ പെൻഷൻ കുടിശ്ശികയായതോടെ വീട്ടുകാര്യങ്ങളും ചികിത്സാ കാര്യങ്ങളും മുടങ്ങിയിരിക്കുകയാണ്. നെടുമങ്ങാട് മുനിസിപ്പാലിറ്റിയിലെ മല്ലമ്പറക്കോണം സ്വദേശി ആനിയമ്മ കടുത്ത ആസ്മ രോഗി. 88-കാരിയായ ആനിയമ്മയ്ക്ക് പെൻഷൻ കിട്ടിയിട്ട് 7 മാസം കഴിഞ്ഞു. സുഖമുണ്ടായിരുന്നപ്പോ പോയി വായിച്ച കുടികളുപോലും ഇല്ല, പൈസ ഇല്ലാത്തതുകൊണ്ട്. മകൾക്കൊപ്പം വാടക വീട്ടിലാണ് താമസം. അവർക്കും പെൻഷൻ കിട്ടാതായതോടെ വാടകയും മുടങ്ങി. ഒന്നിനും നിവൃത്തിയില്ലാത്ത വാടക വീട്ടിലാണ് താമസിക്കുന്നത്. അപ്പോൾ അതിനായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അവർക്കുണ്ട്. ആനിയമ്മയുടെ അതേ അവസ്ഥയിലാണ് സരസമ്മയും. നാട്ടുകാരുടെ കാരുണ്യത്തിൽ ഭക്ഷണം കഴിച്ചു കിടക്കുന്നു. ഒരു ഗുളിക 17 രൂപ. അങ്ങ് കഴിയാൽ അവൻ എന്ത് ചെയ്യാനൊക്കും? കിട്ടിയെങ്കിലല്ലേ വെക്കുള്ളൂ. ഇപ്പം കുറെ കാലം കൊണ്ട് അങ്ങനെ തന്നെ. പെൻഷൻ എന്ന് കിട്ടുമെന്നറിയാൻ സഹകരണ സംഘങ്ങളിൽ കയറിയിറങ്ങുകയാണ് ഒരു കൂട്ടർ. ബാങ്കിൽ ചെന്നപ്പോഴും നമ്മൾ 448 പോയത്. അവിടെ ചെന്നാൽ പറഞ്ഞ ലിസ്റ്റ് നോക്കട്ടെ. ഇതുതന്നെയാണ്